ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ കോലം കണ്ടിട്ടൊന്നും തോന്നിക്കണ്ട, കാരണം പനിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലിരുന്നപ്പോൾ എനിക്കൊരു സുഖം തോന്നിയില്ല. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ സന്ധ്യാസമയമായി, ഈവനിങ് ആയി. അപ്പോൾ ചുമ്മാ ഇങ്ങനെ കറന്ന് നടക്കണു. ഇവിടെ എന്താണ് പൂച്ചയുടെ സൗണ്ട് കേൾക്കാണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. ഇത് ഞാൻ കാണിച്ചു തരാം. അതിനപ്പുറത്ത് ഞങ്ങളുടെ പുതിയ വീട് പണിയാണ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ വ്ളോഗ് പുതിയ വീടൊക്കെ ആയിട്ട് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ എനിക്ക് ക്ഷമയില്ലാത്ത കാരണം ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തീരെ ഒട്ടും ക്ഷമയില്ല. അക്ഷമ എന്നൊക്കെ പറയില്ല, നമ്മൾ ഉസ്താദിൽ മോഹൻലാൽ പറയുന്ന ഡയലോഗ്. ഒട്ടും ക്ഷമയില്ല, അക്ഷമയാണ് അക്ഷമ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസമായി. ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി. പിന്നെ എനിക്കത് വീഡിയോസ് ഇടാണ്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സ്റ്റാർട്ടാക്കി ഇങ്ങനെ. അപ്പോൾ ഞാൻ പുതിയ വീട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ പുതിയ കിച്ചണിൽ കുക്കിങ്ങിനും വ്ളോഗൊക്കെ ആയിട്ട് സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വ്യൂ കാണിച്ചു. ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. ഈ ഒരു ഓറഞ്ച് കളർ, ഇതാണ് നമ്മുടെ പുതിയ വീട്. അപ്പോൾ ഞങ്ങളുടെ തന്നെ സ്ഥലമാണ്. ഇവിടെ ആദ്യം ജാതി അങ്ങനെയൊക്കെ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കളഞ്ഞ് നമ്മളിപ്പോൾ പുതിയ വീട് ആക്കുകയാണ്. ഡീറ്റെയിലൊക്കെ പിന്നെ ഞാൻ ചെയ്യാം. ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ വരുമ്പോഴാണ് കേട്ടോ. ഇപ്പോൾ സ്റ്റേജ് ടൈലിടാറായി, അതിൻ്റെ സ്റ്റേജിലാണ് നിൽക്കുന്നത്. പുട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ടൈലിടണം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വീട്. ആൻഡ് ദിസ് ഈസ് അവർ പഴയ വീട്. ഇത് കുറേ വർഷങ്ങളായിട്ടുള്ള വീടാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്നത് ഈ വീട്ടിലേക്കാണ്. ഇത് ഇവരുടെ അച്ഛൻ വാങ്ങിച്ച വീടാണ്. ഏകദേശം ഒരു 40 ഇയേഴ്സൊക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു വീട്. 2 സ്റ്റോർ വീടാണ്. ഇത് സിംഗിൾ സ്റ്റോറാണ് നമ്മൾ പണിയണത്. അപ്പോൾ അത് കാരണം ഇവിടെയൊക്കെ ആകെ, ഇവിടെ ഒരു മതിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആകെ പൊളിച്ചു. നമുക്ക് ഈ വീടിന് വേണ്ടിയിട്ട് മതിലൊക്കെ ഇവിടെ ആകെ പൊളിച്ചു. കണ്ടു, ഇതൊക്കെ പഴയ ഇതാണ്. ജാതി ഉണ്ട് ഇവിടെ ഫ്രണ്ടിൽ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ. ഇവിടെയൊക്കെ നിറച്ച് ജാതിയൊക്കെ ആയിരുന്നു, പക്ഷേ അതൊക്കെ മുറിച്ച് കളഞ്ഞു. ആക്ച്വലി തെങ്ങില്ല എന്ന് പറയാം ഈ ഒരു വീടിന്. ഉള്ള തെങ്ങൊക്കെ മൊത്തം ആകെ ഒരു 3-4 തെങ്ങ് ഉണ്ടായിരുന്നുള്ളൂ, അത് മൊത്തം മുറിച്ച് കളഞ്ഞു. ആകെ അവിടെ ഒരു തെങ്ങുണ്ട്, ആ ഒരു ഭാഗത്തൊരു തെങ്ങേ ഉള്ളൂ. ബാക്കി നല്ല നാളികേരമുള്ള തെങ്ങൊക്കെ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. പിന്നെ എന്താ വേറെ വിശേഷം? ഇവിടെ മൊത്തം കാട് പിടിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ വഴി വരുന്നത്. ഇപ്പം നമ്മുടെ വീട് വരുന്നത് നടവരമ്പാണ്. നടവരമ്പ്, ഇരിങ്ങാലക്കുട നടവരമ്പാട്ടോ നമ്മുടെ വീട് വരുന്നത്. ഇതിങ്ങനെയാണ് എൻ്റെ വ്യൂ ഉണ്ടാവുക. 2 ഹൗസസ് കണ്ടോ. ഇവിടെ ഞങ്ങൾക്കൊരു കുട്ടിയിൽ വാങ്ങിച്ചു, പക്ഷെ അത് വലുതായി. പക്ഷെ അതിനെ കൊടുത്തു ഞങ്ങൾ. ഇതാ അതിൻ്റെ കൂടെ അവിടെ പോമറേനിയനായിരുന്നു, അതിന് നമ്മൾ കൊടുത്തു. ഈ ഒരു പറമ്പ് ഇവിടെ വെറുതെ കിടക്കുന്നുണ്ട്. പാമ്പൊക്കെ നല്ല ഇഷ്ടം പോലെ പാമ്പുണ്ട് ഇവിടെ. പാമ്പൊക്കെ ഉണ്ട്. പറമ്പൊക്കെ ആകെ കാട് പിടിച്ചാൽ കിടക്കണം. ഈ വഴിക്കൂടെ ഇങ്ങനെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ പാടമാണ്, പിന്നീട് പാടമാണ്. നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റില്ല, പക്ഷെ അടുത്താണ്, പാടമാണ്. നമുക്ക് ആ വഴിക്ക് ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഉള്ള കാഴ്ചകൾ ഞാൻ പിന്നെ ഒരിക്കൽ കാണിക്കേ. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം. ആ വീടുണ്ടല്ലോ, ആ വീടിൻ്റെ ബാക്കിൽ പാടമാണ്. അതാണ്, അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. ഇവിടെയൊക്കെ പറമ്പിൽ കാട് പിടിച്ചെടുക്കുക. പിന്നെ നമ്മുടെ പഴയ വീടിൻ്റെ ബാക്ക് സൈഡ് ഇവിടെയാണ്. അപ്പോൾ ഇതാണ് ഒറ്റ വ്യൂ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കട്ടെ. പിന്നെന്താ വേറെ വിശേഷം?
അർണവ് അവിടെ പഠിക്കുകയുണ്ട്, അവനവിടെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വിക്രം പുറത്ത് പോയി. പിന്നെ മൂത്താളുണ്ട് അർജുൻ, അവൻ നവോദയയിലാണ് പഠിക്കുന്നത്, റെസിഡൻഷ്യൽ സ്കൂളിലാണ്. അപ്പോൾ 6th തൊട്ട് അവൻ അവിടെയായിരുന്നു, ഇപ്പോൾ 10th ആണ്. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. പിന്നെ നവോദയ എനിക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ മോൻ മൂത്താൾ 10ലും 10th ഇവിടെ, അർണവ് 6th അവനിവിടെ അടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. ഫാമിലിയെ ഞാൻ വേറൊരു ദിവസം കാണിക്കാം. ഇന്നിപ്പോൾ അവിടെ അർണവ് ബനിയനൊന്നും ഇടാതെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ അവരെ കാണിക്കുന്നു. അപ്പോൾ വെറുതെ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ എനിക്കൊരു സുഖം തോന്നിയില്ല, കാരണം പനിയുണ്ട്, എനിക്ക് വോമിറ്റിങ്ങിനൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്, ഫ്രഷ് എയർ നമുക്ക് കൊള്ളാമെന്ന് വെച്ചിട്ട്. പക്ഷെ ഈ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൊതുക് നന്നായിട്ട് നമ്മളിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ 6 മണി 6:30 സമയമായി. അപ്പോൾ അതുകൊണ്ട് ഈ ടൈമിലൊക്കെ നന്നായിട്ട് കൊതുകുണ്ട് ഇവിടെ. പിന്നെ ഈ പറഞ്ഞ പോലെ പറമ്പൊക്കെ ഇങ്ങനെ വെറുതെ ഒന്നും ചെയ്യാതെ കിടക്കില്ല, അവിടെയൊക്കെ അപ്പുറത്ത് പറമ്പൊക്കെ ഇങ്ങനെ വെറുതെ കാട് പോലെ കിടക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊതുക് നന്നായിട്ടുണ്ട്, അത്യാവശ്യം പാമ്പുകളുണ്ട്, അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ, ഇപ്പോൾ ജീവികളൊക്കെ ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ്, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, ഒരു കുട്ടി വീഡിയോ ആണ്, കാരണം വേറെ പ്രത്യേകിച്ചൊന്നും ഞാനിന്ന് എടുത്തിട്ടില്ല. പിന്നെ ഡെയിലി നമ്മുടെ വീഡിയോസ് ഉണ്ടാവില്ല, എനിക്ക് പറ്റുന്ന ദിവസങ്ങളൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന ടൈമും ഞാൻ ഉദ്ദേശിക്കുന്നത് രാത്രി 9 o'clock ആയിട്ട് ഇടാം എന്നാണ് കരുതുന്നത്. 9 o'clock വീഡിയോസ് ഇടണം. എപ്പോഴാണ് വീഡിയോസ് ഇടണം, നിങ്ങൾ എപ്പോഴാണ് അവൈലബിൾ, നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് താഴെ കമൻസിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ആ ടൈമിനനുസരിച്ച് ഇടാം. എന്തായാലും ഞാൻ ഈ വീഡിയോ ഒരു 9 മണിക്കാണ് ഇടുന്നത്, നാളെ ഇടുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഇന്നിപ്പോൾ എഡിറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നാളേക്ക് നിൽക്കൽ ചിലപ്പോൾ ഇന്ന് തന്നെ 9 മണിക്കിടും, അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ രാവിലെ തന്നെ ഇടും. അത് ഒരാളെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, പൂച്ച ഇവിടെ ഉണ്ടായിരുന്നു, അതങ്ങോട്ട് ചാടിപ്പോയി. നമ്മുടെ വീട്ടിൽ അങ്ങനെ വന്ന് ഇതായിട്ടുള്ളതാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത് തന്നെയുള്ള വിശേഷം. നീ വന്നു, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നീ അവിടെ പോയി എടുക്കാം. ഉണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ പൂച്ച. നമ്മുടെ വീട്ടിൽ വന്ന് അങ്ങനെ പെറ്റായതാണ്. മഴ സ്റ്റാർട്ടായിട്ടുണ്ട്, പേരൊന്നും ഇട്ടിട്ടില്ല, കാരണം ഇത് അങ്ങനെ നമ്മൾ എന്താ പറയുക, വീട്ടിൽ നമ്മൾ അങ്ങനെ അതല്ല, വന്ന് ഇതായതാണ്. എൻ്റെ മോളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്ക്. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുന്ന ടൈം ഞാൻ ഒന്ന് നോക്കട്ടെ. ചിലപ്പോൾ ഇന്ന് എഡിറ്റിംഗ് കഴിയുകയാണെങ്കിൽ 9 മണിക്കുള്ളിൽ കഴിയുകയാണെങ്കിൽ ഞാൻ 9 മണിക്ക് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും. അതല്ല നാളെ ആണെങ്കിൽ നാളെ ചിലപ്പോൾ രാവിലെയൊക്കെ ആയിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ 9 മണിക്ക് തോന്നുകയാണെങ്കിൽ 9 മണിക്ക് ഞാൻ പോസ്റ്റ് ചെയ്യും. ഓൾറെഡി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹോം മെയ്ഡ് ഗാർലിക് പേസ്റ്റ്. അത് നിങ്ങളെല്ലാവരും കാണുക, നല്ലൊരു കുക്കിംഗ് ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല വിശേഷം, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്കിനി നല്ല അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗായ്സ്, അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്താണ് അർണവിൻ്റെ ഹോംവർക്ക് കഴിഞ്ഞിട്ട് വരുന്നത്. യെസ്, ദേ അവിടെ ആരാ അവിടെ നമ്മുടെ ഗസ്റ്റ് റൂമിൽ. അപ്പോൾ ഇതാണ് അർണവ്, എൻ്റെ താഴെയുള്ള മോൻ 6th പഠിക്കുന്നത് അല്ലേ? യെസ്. ഇനി ഓരോരുത്തരായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ വിക്രം ചിലപ്പോൾ വീഡിയോയിൽ വരും, പക്ഷെ ആളങ്ങനെ അധികം ഒന്നും അങ്ങനെ ഫോക്കസ്ഡ് ആവില്ല എന്ന് മാത്രം. This is our new house and this is our old house. Old and new. എനിക്കത് ഇഷ്ടം. അങ്ങനെ വീട്ടിൽ പടി തീരണം.
പണി തീരുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക. ഓഫ് കോഴ്സ് എന്തായാലും ന്യൂ ഹൗസ് എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ. അതുപോലെയല്ലേ നമ്മൾ പണിയുള്ളൂ. അപ്പോൾ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ അടിപൊളിയാവുമല്ലോ. അപ്പം ഞാനപ്പോൾ എന്തായാലും നീ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. സോ ഗൈസ്, പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു. നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. വെൽക്കം ടു യുവർ ഹൗസ്. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ വേറെന്താ, പിന്നെ സബ്സ്ക്രൈബ്, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. കാണാം. ബൈ.